അതെ, അപ്പൊ നമുക്ക് പോയിട്ട് കുഞ്ഞിന്റെ മുടി ഒന്ന് വെട്ടിച്ചിട്ട് വരാം. വേറൊന്നുമല്ല, രാവിലെ മുതൽ ഇവന് നല്ല പനി. അപ്പൊ മാമിയുടെ വക ഒരു കമന്റ്, ഇവന് മുടി വളർന്ന എപ്പോഴും പനി വരും, അത് കാരണം നീ ഒന്ന് മുടി വെട്ടിച്ചിട്ടു അപ്പൊ പനി കുറയുന്നു. അപ്പൊ ശരി, നമ്മുടെ കോട്ടയംക്കുള്ള മിസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു സലൂൺ തുടങ്ങിയതാട്ടോ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരാന്ന് കരുതി. അല്ലെങ്കിൽ തന്നെ എപ്പോഴും മുരുകൻ ചേട്ടന്റെ കടയിൽ പോയിട്ട് എപ്പോഴും ഇവന്റെ മുടി ഒരുമാതിരി ഇങ്ങനെ പറ്റ വെട്ടിയിട്ട് ആകെ ഒരുമാതിരി കൊനിഷ്ട പിടിച്ച മുഖം. അപ്പൊ അഞ്ചേട്ടൻ എപ്പോഴും പറയും, നിങ്ങൾ എന്താ ഈ ചെക്കന്റെ മുടി എപ്പോഴും ഒരേ സ്റ്റൈലിൽ തന്നെ വെട്ടുന്നത്, എപ്പോഴെങ്കിലും ഒന്ന് വേറൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നത്. ഇവന്റെ മുടി ചുരുണ്ടതാന്ന് കരുതിയിട്ട് എപ്പോഴും ഒരേപോലെ അമ്മച്ചമ്മ മുരുകന്റെ കടയിൽ കൊണ്ടുപോയിട്ട് വെട്ടിവിടും. അങ്ങനെയാണെങ്കിൽ ആകെ അറിയാവുന്ന ഒരു സ്റ്റൈൽ അതാണ് കേട്ടോ. ആ ചേട്ടൻ അതിങ്ങനെ വെട്ടി അങ്ങ് വിട്ടുവരും. അപ്പൊ നമുക്കിന്ന് വേറൊരു സ്റ്റൈല് ട്രൈ ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഏതൊക്കെയാ ഈ ഇങ്ങനെ ചുരുണ്ട മുടിയുള്ളവർക്കുള്ളതെന്നൊക്കെ നോക്കിയെടുത്ത് ഇങ്ങനെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടനോട് എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയൊക്കെ വെട്ടണം എന്നൊക്കെ. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ വായി നോക്കിയിരിക്കുക. എന്നിട്ട് എന്താ കാര്യം ചോദിച്ചപ്പോൾ മനസ്സിലായി, ആ ചേട്ടന് മലയാളം അറിയത്തില്ല, അവിടെ മലയാളി അവിടുത്തെ ഓണർ അവിടെ ഇല്ലാന്ന്. അപ്പൊ ശരി, അറിയാവുന്ന പോലെ ഞാൻ ആ കുറച്ച് ഹിന്ദിയും പറഞ്ഞ് ആ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ചേട്ടന് ഏകദേശം ഫോട്ടോ കണ്ടപ്പോ കാര്യം മനസ്സിലായി. എന്റെ ഹിന്ദി കേട്ടിട്ടല്ല, കാരണം എന്റെ ഹിന്ദി അത്രയും ബോറിംഗ് ഹിന്ദിയാണ്. എന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു ബിൽഡപ്പിന് അങ്ങ് പറയുന്നത് ഞാൻ ഹിന്ദി പറഞ്ഞു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്ഷനാണ് ഗൈസ് കാണിച്ചത്. എന്നിട്ട് അവനിങ്ങനെ കുമ്പിട്ടിരിക്കുക, തലേ കുമ്പിട്ടായി. കാര്യം വേറൊന്നുമല്ല, ഇവന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും വിളിച്ചാൽ വരുന്നൊരു ചക്കനല്ല. ഞാനിപ്പോൾ ഈ ക്യാമറയും പിടിച്ച് ഇങ്ങനെ ഫോണും പിടിച്ച് ഇവന്റെ മുന്നിൽ നിൽക്കുന്ന കാരണം ഇവന് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. ഞാൻ കാണിച്ചു കൊടുത്ത ഹെയർ സ്റ്റൈൽ തന്നെയാണോ ദൈവമേ ആ ചേട്ടൻ ചെയ്യുന്നതെന്ന് ഓർത്ത് ഞാൻ വണ്ടടിച്ച് നിൽക്കുകയായിരുന്നു. കാരണം വേറൊന്നുമല്ല, വീട്ടിൽ വന്നു കഴിയുമ്പോൾ മാമൻ എന്നെ ചവിട്ടി ഓടിക്കും. നീ എന്ത് കാണിച്ചിട്ടായി എന്റെ മോനെ മുടി വെട്ടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ മാമൻ എപ്പോഴും നമ്മൾ വേറെ ഏതെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാൻ നിൽക്കുന്ന ഒരാളാണേ. അപ്പൊ ഇനി ഇതെങ്ങാനും കൊള്ളത്തില്ലെങ്കിൽ മാമൻ എന്നെ ഓടിക്കുമെന്ന് അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ച ഫോട്ടോയും ആ ചേട്ടൻ വെട്ടി വരുന്നതും ഏകദേശം ഒരു എന്തൊക്കെയൊക്കെയോ എവിടേക്കൊക്കെയോ ഒരു ചായ കാച്ചൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവന്റെ മുടിയുടെ ആ ഒരു സ്റ്റൈൽ മാറ്റിയപ്പോൾ തന്നെ ഇവന്റെ മുഖമൊക്കെ ഒന്ന് മാറിയ പോലെ തോന്നുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഒരുമാതിരി പേട്ടയായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുറച്ച് കുഴപ്പമില്ല. പിന്നെ മുരുകൻ ചേട്ടന്റെ കടയിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ആള് പണ്ടത്തെ കത്രികയും ചീപ്പും വെച്ച് ഇങ്ങനെ വെട്ടി വിടുക. അത് കാരണം ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇവൻ അയ്യോ എന്താന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മളുടെ മിസ്റ്റ് സലൂൺ. അത് പുതിയ തുടങ്ങിയതാണ് വകയാറ്. ലാസ്റ്റ് പിടിച്ചു നിർത്തിയൊരു ഫോട്ടോയും എടുത്തിട്ടുണ്ട്.